നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഹൃദയത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകി ജീവിച്ച് മരിച്ച ഒരുപാട് വിശുദ്ധർ. അവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇല്ല, നിങ്ങൾ തനിച്ചല്ല. ഇനിയുമുണ്ട് ഒരുപാട് പേർ നിങ്ങൾ തെളിച്ച വഴിയെ. നിറഞ്ഞു കവിഞ്ഞ ബാംഗ്ലൂർ നഗരത്തിലൂടെ ഒരു യാത്ര. ആ യാത്രയിൽ ഞങ്ങൾക്ക് മുമ്പിൽ കണ്ട ഒരു ആംബുലൻസ്. അത് ഈ നഗരത്തോട് പറയുന്നു, സ്നേഹം ഇനിയും ലഭിക്കാത്ത, സ്നേഹിക്കാൻ ആരുമില്ലാത്ത നിനക്കായി ഇവിടെ ഒരു ഭവനമുണ്ട്. അവിടെ ഒരു അപ്പനും അമ്മയുമുണ്ട്, സഹോദരനും സഹോദരിയുമുണ്ട്. നിന്റെ വ്യക്തിത്വത്തെ ആദരിക്കുന്ന, നിന്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ വലിയ ഭവനത്തിലേക്ക് നിനക്ക് സ്വാഗതം. ആംബുലൻസിൽ വരുന്ന മകനെയും കാത്തിരിക്കുന്ന ഷിജിയമ്മയും അവരുടെ സഹപ്രവർത്തകരും. മാലിയിട്ട് പാദങ്ങളിൽ മാറി മാറി ചുംബിച്ച് മകനെ വീണുകിട്ടിയ പിതാവിന്റെ വാത്സല്യത്തോടെ ആ ഭവനത്തിലേക്കുള്ള രാജകീയ പ്രവേശനം. ആ മകന് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത സ്നേഹം കാത്തുവെച്ച് അത് പകർന്നു നൽകാൻ വെമ്പൽ കൊള്ളുന്ന മറ്റു സഹപ്രവർത്തകർ. ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ, ആകാശപ്പറവുകളുടെ എല്ലാ സ്ഥാപനങ്ങളും തന്നെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തെരുവോരങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ മകനെയും നമ്മൾ ഈശോ വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കും, അതുപോലെ നമ്മൾ അവരെ സ്വീകരിക്കണം. ഈശോയാണ് കടന്നു വരുന്നത് അവരിലൂടെ. അപ്പം അച്ഛൻ പറയും, നമ്മൾ അവരെ പൂച്ചെണ്ട് കൊടുത്ത് അല്ലെങ്കിൽ പൂമാലിട്ട് അവർ പാദം ചുംബിച്ച്, അത് അവർ ഏത് അവസ്ഥയിലായിരിക്കുന്നോ, ചിലപ്പോൾ മോശം പോയ അവസ്ഥയായിരിക്കാം, അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളായിരിക്കാം, ആ രീതിയിൽ തന്നെ അവർ നമ്മൾ പാദം ചുംബിച്ച് ആലിംഗനം ചെയ്ത് വേണം നമ്മൾ സ്വീകരിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും ആ രീതിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ താഴേക്ക് വീഴും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനത്തോടെ ആരും തന്നെ അവരെ സ്വീകരിക്കുന്നില്ല. കാരണം തെരുവോരങ്ങളിൽ അവർ കഴിയുമ്പോൾ എല്ലാവരിൽ നിന്നും അവർക്ക് ആട്ടും തുപ്പും അതുപോലെ കല്ലേറാണ് കിട്ടിയിരിക്കുന്നത്. ആ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ അവർ സ്വീകരിക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ കാണാറുണ്ട്. ദാനമായി കിട്ടിയ ജീവിതം ദാനമായി തന്നെ നൽകാൻ ഈ കുടുംബം തീരുമാനിച്ചത് കുറ്റിക്കലച്ചന്റെ ധ്യാനത്തിലൂടെയായിരുന്നു. ആ ധ്യാനത്തിൽ ഈശോ തങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി അവർ എല്ലാം ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്ന ആ തീരുമാനം, പക്ഷേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളായിരുന്നു ശരി എന്ന് ലോകം പറയുന്നത് ഒരു ചെറുപുഞ്ചിരിയോടെ അവർ കേട്ടിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൊടകര പള്ളിയിലാണ് കുറ്റിക്കലച്ചനായിട്ട് ഫസ്റ്റ് ഒന്ന് കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ അച്ഛനോട് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, അച്ഛൻ എനിക്ക് ഈശോയിലൊന്ന് ജീവിക്കണം, ഞങ്ങൾക്ക് ഈശോയിലൊന്ന് ജീവിക്കണം അച്ഛൻ എന്ന് പറയുന്നു. അപ്പം അച്ഛൻ പറയുന്നേ, മക്കളെ, ഈശോ നിങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയ ഒരു ഇൻസ്പിറേഷനായിരുന്നേ. ഈശോ ഞങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അച്ഛൻ പറയാണ്, കാസർഗോഡുള്ള ആകാശപ്പറവുകളുടെ ആശ്രമത്തിൽ ഒരു 10 ദിവസത്തെ ധ്യാനമുണ്ട്, നിങ്ങൾ രണ്ടുപേരും വന്ന് അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 10-200 മക്കൾ മാനസിക രോഗികളുണ്ട്. പിന്നെ അവർ അതിലേക്ക് കിടന്ന് നടക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. എങ്ങനെയാണ് ഇവരുമായിട്ട് ഒരു
ധ്യാനം കൂടുക, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഇവരെ ഇത്. അങ്ങനെ ധ്യാനം കൂടാനായിട്ട് ആദ്യത്തെ ദിവസം കയറി നിന്നു. അപ്പോൾ ഈ നമുക്ക് ചട്ടിയിലൊക്കെയാണ് അന്ന് കഞ്ഞി. അപ്പോൾ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതമാണ് തോന്നിയത്. ചട്ടിയിൽ ഭക്ഷണം, 2 നേരം ഭക്ഷണമുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കൊരു റെസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഞാനത് പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ധ്യാനം കൂടാനായിട്ട് പറ്റി. അങ്ങനെ ധ്യാനം കൂടി. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭിക്ഷാടനത്തിന് ഞങ്ങളെ വിടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തെരുവിലേക്ക് ഇങ്ങനെ ഒരു മാനസരോഗികളെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് അപ്പച്ചന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അപ്പച്ചൻ്റെയോടുകൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആത്മീയമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് വീണ്ടും ധ്യാനത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിന് വല്ലാത്തൊരു വേദന. ദൈവമേ, ഈ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകണം, ഇതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ക്രിസ്തു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഈ രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെ ഉള്ളിലെടുക്കുകയാണ്. പിന്നീട് കുറ്റിയച്ഛനോട് ഞങ്ങളത് സംസാരിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ അച്ഛൻ ഞങ്ങളെ വിളിക്കുന്നു. പിന്നെ ഒരു ശുശ്രൂഷ പരിശീലന കോഴ്സ് എന്ന് പറഞ്ഞ് ഒരു 3 മാസം ചെന്നൈ ആശ്രമത്തിൽ വെച്ച് ഒരു ശുശ്രൂഷ പരിശീലന കോഴ്സ് ഉണ്ടായിരുന്നു. എങ്ങനെ മക്കളെ ശുശ്രൂഷിക്കണം, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും ആശ്രമത്തിലെ ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ ചെന്നൈ ആശ്രമത്തിലാണ് ആദ്യമായിട്ട് ഈ മാനസിക രോഗികളെ ശരിക്കും പറഞ്ഞ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അപ്പച്ചനെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒത്തിരി മോഷനമൊക്കെ പോയി ഒരു പ്രത്യേക സ്റ്റേജിൽ വന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അപ്പച്ചൻ്റെ, അതായത് ഇങ്ങനെ വയറ് ഇങ്ങനെ ഒഴിഞ്ഞ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ കൈവിരൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോവുക. അത് നോക്കി കഴിഞ്ഞപ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് പഴുപ്പ് വന്ന് ഒരു പ്രത്യേക സ്മെല്ലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചൻ മരിച്ചു. ചെന്നൈ ആശ്രമത്തിൽ ആദ്യമൊക്കെ വന്ന് അപ്പോൾ ലേഡീസ് കുറച്ചധികം ഉണ്ടായിരുന്നു, ജെൻസ് കുറവായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്നൈ ആശ്രമത്തിൽ കുറ്റിക്കലച്ഛൻ്റെ ഒരു തപസ് ധ്യാനം വെച്ചു. അങ്ങനെ തപസ് ധ്യാനം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും കുറ്റിക്കലച്ഛൻ ഇങ്ങനെ തെരുവിലേക്ക്, അതായത് അനാഥരായ മക്കളെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ എടുക്കാനായിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും വിട്ടു. അപ്പോൾ ലേഡീസിനെ ഞങ്ങൾ എടുത്തിട്ട് വരും, ജെൻസ് എടുത്ത് കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും മക്കളും അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 110ഓളം മക്കൾ, അങ്ങനെ ജെൻസും അതുപോലെ തന്നെ ലേഡീസും മക്കൾ വന്നു. അപ്പോൾ ലേഡീസ് വളരെ കുറവായിരുന്നു, ജെൻസ് ഇത്തിരി. അങ്ങനെ ലേഡീസിൻ്റെ ശുശ്രൂഷ ഞാനും കുറച്ച് പേരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവർ വന്ന സമയത്ത് ഇവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ, ഒത്തിരി വയലൻ്റ് ആകുമായിരുന്നു. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അവരൊന്ന് കൂടെ യോജിപ്പിച്ച് നിർത്താനൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം തമ്പുരാൻ എല്ലാം അങ്ങനെ കൊണ്ടുവരുന്നത് മാതിരി, കാരണം എല്ലാം ഏൽപ്പിക്കുന്നത് പോലെ, എല്ലാം ചെയ്യാനായിട്ടൊരു അവസരം തരുന്നത് പോലെ. അങ്ങനെ ആ മക്കളെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ നഖം വെട്ടി അവരെ കുളിപ്പിച്ചു. അപ്പോൾ വർഷങ്ങളായിട്ട് കുളിക്കാതെയും എന്താ പറയുക, കക്കുസിക്കും പോയി, മൂത്രമൊഴിച്ച്, അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് ആശ്രമത്തിലെ മക്കളെ നമുക്ക് കിട്ടുന്നത്. അവർ കുളിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ തോൽപ്പിക്കണം. ദൈവമേ, എൻ്റെ ഒരു കുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചനാണെങ്കിൽ ഞാൻ എന്തുമാത്രം സ്നേഹത്തോടെ, ഇപ്പോൾ മോശം പോയിട്ടുണ്ടോ അതൊന്നും ഞാൻ നോക്കില്ല, സ്നേഹത്തോടെ അവരെ വാരി പുണർന്ന് കുളിപ്പിച്ച് എല്ലാ കാര്യം ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വല്ലാത്ത ദൈവം, എനിക്ക് മോഷൻ അവർ പോയി കിടക്കുമ്പോൾ എന്താണ് ഇത്ര ഒരു വിഷമം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ആ മോഷനിലൂടെ അങ്ങോട്ട് നടന്നു. ആ മോഷൻ, ആ ഒരു എന്താ പറയുന്നത്, ആ അറപ്പ് എന്നിൽ നിന്ന് പോകണം. ആ മോഷനിലൂടെ അങ്ങോട്ട് കുറച്ച് നടന്നു. അത് കഴിഞ്ഞ് ആ മോഷൻ ലാച്ചിലൊരു നാവമി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ആ ഒരു അറപ്പ് അങ്ങോട്ട് തോൽപ്പിച്ചു. അങ്ങനെ അതിലങ്ങോട്ട് കിടന്ന് ഇപ്പോൾ എത്ര ടോയ്ലറ്റിൽ പോയി കിടക്കുന്ന മക്കളായാലും അല്ലെങ്കിൽ എത്ര പഴുപ്പുണ്ടെന്നുണ്ടെങ്കിലും അവരെ ശുശ്രൂഷിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ കെട്ടിപ്പിടിക്കാനും, ഇപ്പോൾ ഒരു കുഷ്ഠരോഗികളായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിൽ കിടക്കുന്നവരായാലും അവരെ കൂടെ നിൽക്കാനുള്ളൊരു കൃപ അതിലൂടെ ദൈവം എനിക്ക് തന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പതുക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ കുറ്റിയിലച്ഛൻ്റെ ഓരോ ക്ലാസ്സും ധ്യാനമൊക്കെ ഇതിനോടുള്ള ഒരു ഇതായിരുന്നു. എപ്പോഴും അവരെ ഫോക്കസ് ചെയ്ത്, അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക, അവർ ഈശോയാണ്. അങ്ങനെ കുറേ ധ്യാനത്തിലൂടെയാണ് കുറേ ഞാൻ പതുക്കെ മാറാൻ തുടങ്ങി. പിന്നെ ഇവരുടെ സ്നേഹം, ഇവരെ നമ്മൾ കുളിപ്പിക്കുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും ഒക്കെ തന്നെ അവർക്ക് നമ്മളോടൊരു സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ എന്താ പറയുക,
അവരുടെ നിഷ്കളങ്കത ആ മുഖത്തൊക്കെ കാണുമ്പോൾ നമുക്കൊരു പിന്നീട് നമുക്കത് ശുശ്രൂഷ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ശക്തി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരിക്കൽ ഒരു അമ്മച്ചീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചി എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുളിപ്പിക്കാൻ ബാത്റൂമിൽ കയറ്റി കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്ന സമയത്ത് ആൾ കക്കുസിക്കൊക്കെ പോയി ഇതൊക്കെ വാരി മേത്തൊക്കെ തയ്ച്ചു. അപ്പോഴൊക്കെ എന്താ പറയുക, ഒരു ശക്തി എനിക്ക് തമ്പുരാൻ തരുന്നുണ്ടായിരുന്നു. കാരണം ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ഒരു ശക്തി എനിക്ക് തമ്പുരാൻ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാനിങ്ങനെ കഴുത്തിൽ കൊന്തയും ഒരു വെന്തിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്നേഹത്തോടു കൂടി പിടിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ പിന്നൊന്നും അതിനെ എതിർക്കാനൊന്നും പോയില്ല. അങ്ങനെ പിടിച്ചിട്ട് എൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി. അങ്ങനെ എൻ്റെ കൈയും കാലൊക്കെ അങ്ങനെ കുഴഞ്ഞ് എനിക്ക് ഇങ്ങനെ ചെറുതായി ബോധം പതുക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം എൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊണ്ട് എനിക്ക് വിടിവിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു മകൾ ഓടി വന്ന് ആളെ വിടിയിച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെ എനിക്ക് വെള്ളമൊക്കെ തന്ന് അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടി പിക്കപ്പായി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആളോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഒന്നും തോന്നിയില്ല. കാരണം അവരുടെ അവസ്ഥ, അവരുടെ സാഹചര്യമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഓർക്കാനും അങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ ശരിക്കും ചെന്നൈ ആശ്രമത്തിൽ പെൺമക്കളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. തൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അതേ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഓരോ തെരുവു മക്കളെയും ഇവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. തങ്ങൾക്ക് ഒരിക്കലും ലഭിക്കാത്ത ആ സ്നേഹത്തിന് മുമ്പിൽ ആ മക്കൾ കീഴടങ്ങുന്നു. അപ്പം അങ്ങനെ ചെന്നൈയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ശുശ്രൂഷ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുറ്റിക്കാച്ചൻ ഇങ്ങനെ പറയുന്നത്, നമുക്ക് ബാംഗ്ലൂർ ഒരു ആശ്രമമുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒന്ന് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനും വൈഫും അച്ഛനോട് പറഞ്ഞു ശരി അച്ഛൻ ഞങ്ങൾ പോകാം. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ ഞങ്ങളെ ബാംഗ്ലൂർ നാഗവാരയിലുള്ള ഒരു ചെറിയ സെൻ്ററുണ്ട്, തൃത്വ ആശ്രമം എന്ന് പറയും. അവിടെ ഒരു 30ഓളം മക്കളുണ്ടായിരുന്നു. ഷീറ്റ് മേഞ്ഞ ഒരു വീടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 2 പേരെയും ആ ആശ്രമത്തിലേക്ക് വിട്ടു. അവിടേക്ക് ചെല്ലണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്, കാരണം ഞാൻ പതുക്കെ ഒരുങ്ങി വരുന്നുള്ളൂ, പൂർണ്ണമായിട്ട് എനിക്കതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഷെഡാണ് ശരിക്കും. അതായത് ഗേറ്റ് തുറക്കണത് മക്കൾ കിടക്കുന്ന സ്ഥലമാണ്. കംപ്ലീറ്റ് ആൺമക്കളാണ്, 10-20 പേരുണ്ട്. അവരിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്നത് ഒരു 5:30 സമയത്താണ്, പുലർച്ചെ 5:30 സമയത്ത് ചെല്ലണം. അപ്പോൾ ചെല്ലുമ്പോൾ നിറച്ചും എന്താ പറയുക, കക്കൂസിക്ക് പോയി മൂത്രമൊഴിച്ച് അതെല്ലാം അങ്ങനെ കിടക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, പഴുപ്പൊക്കെ ആയി, അങ്ങനെ ഒരു പ്രത്യേക ഒരവസ്ഥയിൽ. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് എനിക്കിത് എങ്ങനെ സാധിക്കും, എനിക്കിതിനെ അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ ഞാൻ കൊണ്ടുപോകും, എനിക്ക് പറ്റണില്ല ഈശോ, എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോയാൽ മതി, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് വീട്ടിൽ നിൽക്കണം. അങ്ങനെയുള്ളൊരു ഉള്ളിൽ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് അതായിരുന്നു. എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ആശ്രമത്തിലേക്ക് കയറി ശുശ്രൂഷ ചെയ്യാനായിട്ട് അകത്ത് കയറി. അന്നത്തെ ദിവസമൊന്നും എനിക്കൊന്നും അവരെ ശുശ്രൂഷ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആശ്രമം നമുക്ക് തരുന്നത് ഒരു പൗലോസ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പച്ചനാണ്. നമുക്കൊരു ആശ്രമത്തിന് ആ സ്ഥലം അന്ന് ഭയങ്കര കഷ്ടപ്പാടിൽ ഒരു ആശ്രമത്തിന് സ്ഥലം പോലും കിട്ടാതിരിക്കുന്ന സമയത്ത് ആ അപ്പച്ചനാണ്, പൗലോസ് എന്ന് പറഞ്ഞ അപ്പച്ചനാണ് ആ സ്ഥലമായിട്ട്, ആളുടെ സ്വന്തം സ്ഥലം നമുക്ക് മക്കൾക്ക് ശുശ്രൂഷിക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ജോസേട്ടനും ഒരു ജോസഫ് അപ്പനും പിന്നെ ഒരു തങ്കച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളന്ന് സഹായിക്കാനായിട്ട്. അപ്പോൾ അവർ ഒരുപാട് ഞങ്ങളെ സഹായിക്കുകയും എല്ലാം ചെയ്തു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ശുശ്രൂഷിക്കും, എന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കണതും മക്കൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഞാനും ചേട്ടൻ മക്കളെ കുളിപ്പിക്കുകയും, അങ്ങനെ ഞങ്ങൾ 2 പേരെ ശരിക്കും അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ മക്കൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു റൂം പോലും അന്നില്ല. ഒരു ഓഫീസ് റൂമിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ഒരു ചെറിയൊരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓഫീസ് റൂമിലാണ് കിടന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അന്നൊരു ടോയ്ലറ്റോ അല്ലെങ്കിൽ കുളിക്കാനോ ഒരു സൗകര്യമില്ല. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് മക്കളെടുത്തിടും. ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ മക്കളുടെ കയ്യിലൊക്കെ ആയിരിക്കും നമ്മൾ തുണി കഴുകിയിട്ട് ചില സമയത്തൊന്നും തുണി മാറാൻ പോലും നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഒരു ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബാത്റൂമിലേക്ക് കയറിപ്പോയോ അതുപോലെ തന്നെ തിരിച്ചു വരണം. കാരണം അത്രമാത്രം ഒരു അവസ്ഥയാണ്. ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കിടക്കാനൊന്നും.
ശരിക്കും ഒരു ജയിലിൽ അടച്ച മാതിരത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ തമ്പുരാൻ്റെ ഒരു സ്നേഹം, ഈശോയുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് ഒത്തിരി എന്താ പറയുക, ഈശോ നമ്മളെ സ്നേഹിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടനാണെങ്കിൽ ശരിക്കും അന്ന് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു മക്കളെയൊക്കെ ശുശ്രൂഷിക്കും. അപ്പം അങ്ങനെ കടന്നു പോകുമ്പോഴാണ് അവിടെ ആശ്രമത്തിൽ 30 എന്നുള്ളത് 40ആയി, 50ആയി, പിന്നെ സ്ഥലം സൗകര്യം ഇല്ലാതെ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു ബിൽഡിംഗ് ഉണ്ടാവണം, ബിൽഡിംഗ് ഇല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓരോ ദിവസങ്ങൾ ഭക്ഷണം ഇല്ലാത്തൊരു സമയം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദറിൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ ജന്മദിനമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു പായസമെങ്കിലും ഒന്ന് ഉണ്ടാക്കി മക്കൾക്ക് ഇവർക്ക് എല്ലാവർക്കും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ എന്ത് ചെയ്യും? അപ്പോൾ വൈഫ് വന്ന് പറഞ്ഞു, ചേട്ടാ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറച്ച് പരിപ്പ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, പരിപ്പ് പായസം വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പരിപ്പ് പായസം വയ്ക്കാനായിട്ട് വൈഫ് പറഞ്ഞു, നോക്കിയപ്പോൾ പൈസ ഇല്ലേ, പാല് വാങ്ങിക്കാൻ പൈസ ഇല്ലേ. അപ്പോൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വെള്ളത്തിൽ ശർക്കര ഇട്ട് വേവിച്ച് പായസം വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചേച്ചി, ഒരു മകൻ അവിടേക്ക് കടന്നു വരിക, ഒരു ഡാരി എന്ന് പറയും, അവനിങ്ങനെ വരാണ്. ഒരു 5 ലിറ്റർ പാലും കൊണ്ട് അവൻ കടന്നു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വണ്ടറായി പോയി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇതുവരെ അവൻ പാല് കൊണ്ട് വന്നിട്ടില്ല? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ സമയത്ത് പാല് കൊണ്ടുവരാൻ കാരണം? അപ്പോൾ ഒന്നുമില്ല, അമ്മ എന്നോട് പറഞ്ഞു ആശ്രമത്തിലേക്ക് കുറച്ച് പാല് കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനം, അങ്ങനെ പാല് വെച്ച് പരിപ്പിട്ട് നന്നായിട്ട് പായസം വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അങ്ങനെ ഓരോ രീതിയിലും ദൈവം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും വലിയ വലിയ കാര്യങ്ങളിലൂടെയും പരിപാലിക്കുന്നുണ്ടായിരുന്നു. കുറ്റിക്കലച്ചൻ പകർന്നു നൽകിയ പ്രേഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ച ഷാജിയപ്പനും ഷിജിയമ്മയും ബാംഗ്ലൂരുള്ള ആശ്രമത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യേന എന്നോണം അവർക്ക് മുന്നിലൂടെ കടന്നുപോയി. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആരാധനയുടെ മുൻപിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് അവർ തങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമുള്ള ശുശ്രൂഷകളും ഇവരോടൊപ്പം ചേർക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കുറ്റിക്കലച്ചൻ ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൽ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടം തോന്നി. കാരണം നമുക്കൊരു സന്തോഷക്കുറവൊന്നുമില്ലല്ലോ ഈ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട്. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സന്തോഷവാനാണെന്നുള്ളൊരു സന്തോഷം കുറ്റിക്കലച്ചനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം തരും. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം തരും, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ കുഞ്ഞിന് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോയി 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ പ്രഗ്നൻ്റായി കഴിഞ്ഞ സമയത്ത് എനിക്ക് അവിടുത്തെ മണോ ഒന്നും എനിക്കതിന് പറ്റണില്ല. എനിക്ക് ഫുള്ള് ഛർദിയായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാതെ ആ ഒരു അവസ്ഥയിലൊക്കെ ശരിക്കും തമ്പുരാൻ്റെ ഒരു കരുണ അല്ലെങ്കിൽ ആ സ്നേഹം, തമ്പുരാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒക്കെ സഹിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു റൂമുകളോ ഒന്നുമില്ല, ഒരു ഹാള് 2-3 ഹാളുകൾ, അവിടേക്കാണ് മക്കൾ കിടക്കണം. അപ്പോൾ അതിലൊരു മകന് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ പിടിച്ചിട്ട് ആ മകൻ ഇങ്ങനെ കക്കൂസിക്ക് പോയിട്ട്, ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയില്ല, ആളിങ്ങനെ ഓടി നടന്നിട്ടാണ് കക്കൂസിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് കക്കൂസിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ മേത്താവും. നമ്മളത് ഓരോ സൈഡ് വെച്ചിട്ട്, ചേട്ടനതുപോലെ തന്നെ ഓരോ സൈഡ് ക്ലീൻ ചെയ്ത് വരും. ഈ മകൻ അതുപോലെ, അതായത് നോൺ സ്റ്റോപ്പായിട്ട് ലൂസ് മോഷനാണ്, അതായത് ഒരു സ്റ്റോപ്പില്ലാതെ. അങ്ങനെ എനിക്ക് അങ്ങനെ എന്താ പറയുക, ആ ഒരു മണവും അതെന്ന് വെച്ചാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഛർദി, പിന്നെ ഇത് തുടയ്ക്കണം, ഒരു ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ശക്തി കിട്ടുക ഈ ശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കാനായിട്ട്. പലപ്പോഴും ഇത് വേണ്ട, ഇട്ടിട്ട് പോകാമെന്നൊക്കെ തോന്നി. പക്ഷേ അതൊന്നും ഈശോയുടെ ഇഷ്ടമല്ല, ഈശോയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ എന്നോർത്ത് ആ ഒരു ഇതിനോട് എനിക്ക് പിന്നീട് ഞാൻ അടുത്തുകൊണ്ടിരുന്നു. ഈ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ളൊരു ശക്തി തമ്പുരാൻ തന്നു. മക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ തിത്വാശ്രമം, തിരുമുഖാശ്രമം, എലിസബത്താശ്രമം എന്നിങ്ങനെ 3 ഇടങ്ങളിലായി മക്കളെ മാറ്റിപ്പാർപ്പിച്ചു.
സ്ത്രീകൾക്കായി തിത്വാശ്രമവും, പുതിയതായി വരുന്നവരെ പാർപ്പിക്കാൻ തിരുമുഖാശ്രമവും, പ്രശ്നങ്ങൾ മാറി നോർമലായി ജീവിക്കുന്നവർക്ക് വേണ്ടി എലിസബത്ത് ആശ്രമവും, സാധാരണ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നവരെ അവരുടെ അഡ്രസ്സ് കണ്ടെത്തി തിരികെ വീട്ടിലെത്തിക്കുന്ന ശുശ്രൂഷ കൂടി ചെയ്യുന്ന ഇവർ അനേകം കുടുംബങ്ങളുടെ കണ്ണീരിനും കൂടി ഉത്തരം നൽകുന്നു. ഇതുവരെ 70ഓളം മക്കൾക്ക് സ്വന്തം ഭവനം തിരിച്ചു നൽകാൻ ഇവർക്ക് സാധിച്ചു. ബാംഗ്ലൂരിലെ ആകാശപ്പറവുകളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ് നമ്മുടെ ടോണിയങ്ങളും കുടുംബവും. കാരണം ഞങ്ങൾ ഒരു 17 വർഷം മുമ്പ് ഈ ബാംഗ്ലൂർ നാഗവാരയിലുള്ള തൃത്താശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചെറിയ ഷീറ്റ് മേഞ്ഞ ഒരു വീട് മാത്രമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ടോണിയങ്ങൾ ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്ന സമയത്ത് അവിടെ മഴ പെയ്യുകയും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൽ പോലും വെള്ളം വീഴുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അങ്കിളിന് ഒത്തിരി വേദന തോന്നി. അങ്ങനെ അങ്കിൾ പറയുകയാണ്, നമുക്ക് ആശ്രമം പണിയണം, ഞാൻ ആശ്രമം പണിത് തരാമെന്ന്. അതുപോലെ അതായത് ബാംഗ്ലൂരിൽ ഇപ്പോൾ 3 ആശ്രമമാണ് നമുക്കുള്ളത്. തിരുമുഖ ആശ്രമം, എലിസബത്ത് ആശ്രമം. ഈ 3 ആശ്രമത്തിലും നമ്മുടെ ടോണിയങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒരു കയ്യൊപ്പുണ്ട്. കാരണം തിരുമുഖ ആശ്രമം പുതിയതായിട്ട് ബിൽഡിംഗ് പണിയുമ്പോൾ ഇതുപോലെ തന്നെ അങ്കിളാണ് പണിത്. അത് അങ്കിൾ പണിതു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നുന്നു 10-20 ലക്ഷം രൂപയോളം തന്നെ അങ്കിളിട്ടു. 1 കോടി രൂപ ഒരു ബിൽഡിംഗ് ആയിരുന്നു. പിന്നെ മറ്റു പലരും അത് സഹായിച്ചു. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് 1 ഏക്കർ ഒരു 10 സെൻറ്റ് സ്ഥലം, അത് ആൻറ്റിയുടെ പേരിലുള്ള സ്ഥലം, ഇന്നൊരു 3 കോടി രൂപയെങ്കിലും വില വരുന്ന ഒരു സ്ഥലം ആകാശപ്പറവുകൾക്ക് അങ്കിൾ ഡൊണേറ്റ് ചെയ്തു. ഷാജിയപ്പ, ഇത് 5ൽ പഠിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ മനസ്സിലായുള്ള ഒരു വിത്ത് ഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 5ൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറവ് തന്നെയാണ്. അതുപോലും ഇല്ലാതെ കുറേ പട്ടിണി കിടന്നിരുന്ന മക്കളും കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്ന് പറയും, മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം വയറ് നിറച്ചില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നിരുന്നാൽ കൂടി ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങളിൽ നിന്നുള്ളതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ 1-2 കുട്ടികളുടെ വിശപ്പെങ്കിലും മാറും. അത് അന്ന് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ചേർന്ന് 1-2 കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു കാര്യം, അന്ന് അത്രേ ബുദ്ധിയുള്ളൂ, 5ൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിയല്ലേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികൾ തന്നെ ആ പാത്രം എല്ലാ കുട്ടികളുടെ അടുത്തും കൊണ്ടുവരുമായിരുന്നു. അത് ഇന്നും ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുക തന്നെയാണ്. കാരണം ഇന്ന് ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ആ പാത്രം നമ്മൾ തന്നെ കൊണ്ടുപോയി എല്ലാവരേക്കും ഇന്ന് വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇത് ആ കുട്ടി തന്നെ കളക്ട് ചെയ്തിരുന്നു എന്നുള്ളത് അത് ഇന്നും ഒരു വേദനിപ്പിക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അത് കാരണമാണ് ഇങ്ങനെ 5ൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം. അതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ദൈവം ഞങ്ങളൊരു എന്താ പറയുക, ശരിക്കും മനസ്സൊക്കെ ഏറ്റവും കൂടുതൽ ഈശോ അറിയുന്നുണ്ടെന്നും ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും തോന്നിയൊരു നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതേപോലെ ഒരു 5 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് മാങ്ങ തിന്നണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് മാങ്ങ തിന്നാൻ തോന്നാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ പൈസയൊന്നുമില്ല മാങ്ങ മേടിക്കാനായിട്ട്, സാല നീ അത് ഈശോട് പറഞ്ഞാൽ മതി എന്നല്ല. അപ്പം ഞാനിങ്ങനെ ഈശോ എനിക്ക് മാങ്ങ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സാലേ ഈശോയുടെ ഇഷ്ടമല്ലേ, പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ എന്ന് വെച്ച് ഞാനത് അങ്ങനെ വിട്ടു. എനിക്കത് തോന്നിയതൊരു ഉച്ച നേരത്താണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഒരു 4 മണി സമയമായപ്പോഴത്തേക്കും ഒരു ആൻറ്റി ഒരു 5 കിലോ മാങ്ങയായിട്ട് ആശ്രമത്തിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. കാരണം എനിക്ക് എൻ്റെ ഈശോ ആ ഒരു ആഗ്രഹം പോലും കണ്ടുല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാരണം ഓരോ സമയത്ത് പോലും ഈശോ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതുപോലെ അടുത്തറിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അന്ന് ഈശോ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ആശ്രമത്തിൽ. അപ്പോൾ ഭക്ഷണം ഒട്ടും തികഞ്ഞില്ല, സാധനങ്ങളൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ചേട്ടനോട് ഒന്നിട്ട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 80 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഒരു 8 കപ്പ് റവയെങ്കിലും അന്ന് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 4 കപ്പ് റവയുള്ളൂ. പിന്നെ അതിനുള്ള സാധനങ്ങളൊന്നും ആശ്രമത്തിലില്ല. എന്നിട്ട് പിന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആ ഒരു കുറച്ചെടുത്തിട്ട് നീ അത് ഉപ്പുമാവ് ഉണ്ടാക്കുക, നമുക്ക് കുറേശ്ശെ കൊടുക്കാം, അല്ലാണ്ട് ഇപ്പോൾ പൈസയൊന്നും ഇല്ല, മേടിക്കാനുള്ളൊരു മാർഗ്ഗവും ഇല്ല, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നീ ആ ഒരു 4 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കിങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. കാരണം എനിക്ക് പേടി, കാരണം ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ എപ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. അത് കുറ്റീലച്ചൻ പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെല്ലാം കൂടി അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 40 പേരുടെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉപ്പുമാവ് അത്രയ്ക്കും റവയുള്ളൂ. എന്നിട്ട് ഒരു 80 പേർക്ക് കൊടുക്കാവുന്ന ഉപ്പുമാവ് ആ ഒരു ചെരുവത്തിൽ വന്ന് നിറഞ്ഞു. അപ്പോൾ തമ്പുരാൻ എന്നെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഇത്രയും 2000 വർഷങ്ങൾക്ക് മുമ്പ് 5 അപ്പവും 2 മീനും വർദ്ധിച്ച് വന്നതുപോലെ, കാരണം അന്ന് ജീവിക്കുന്ന ഈശോ ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം പോലെ എനിക്ക് തോന്നി. കാരണം 80 പേർക്കുള്ള ഉപ്പുമാവ് അത്രമാത്രം പാത്രത്തിൽ നിറഞ്ഞു. പണത്തിനായി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു ലാഭേച്ഛയുമില്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മക്കളെ ശുശ്രൂഷിക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ. അവർക്ക് പരിഭവങ്ങളില്ല, പരാതികളില്ല, ലാഭനഷ്ട കണക്കുകളുമില്ല. എല്ലാം ദൈവത്തിന് വേണ്ടി. ദിവസവും ദിവ്യബലിയിലൂടെ ലഭിക്കുന്ന ഊർജം ഇവരെ കർമ്മനിരതരാക്കുന്നു. തെരുവിലെ മക്കളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും നമ്മൾ പഠിക്കണം. അതാണ് പറയുന്നത്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുക. മാനസിക രോഗികൾ നമുക്ക് അറിയാം, ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മാനസിക രോഗികളും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാനസിക രോഗികളായി തീർന്നതാണ്. നമ്മൾ വീടുകളിൽ ഇവരെ കൊണ്ടുവന്നാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാഹചര്യം, കാരണം ഇവരുടെ സ്വത്തും ഇവർക്കുള്ളതെല്ലാം പറ്റിച്ചെടുത്ത് ഇവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ സുഖമായിട്ട് താമസിക്കുന്നു. ഇവരെ സ്വീകരിക്കാനോ ഇവരെ അംഗീകരിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ തലത്തിൽ നിന്നെല്ലാം നമ്മൾ കുറച്ചും കൂടി മാറി തെരുവിലെ മക്കളെ കൂടുതൽ സ്നേഹിക്കാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കാണുവാനുമുള്ള ഒരു കൃപയും അഭിഷേകവും നമുക്കുണ്ടാവണം. സാധാരണ ജീവിതം നയിച്ചിരുന്ന ഷാജിയപ്പനെയും ഷിജിയമ്മയെയും ദൈവം തൊട്ടതോടുകൂടി അവരുടെ കാഴ്ചപ്പാടുകൾ മാറി, ആഗ്രഹങ്ങൾ മാറി. തെരുവിൽ അലയുന്ന മാനസിക രോഗികളെ, കുഷ്ഠരോഗികളെ, ഭിക്ഷാടകരെ സ്വന്തം മക്കളെ പോലെ സ്വീകരിച്ചു. ഇനി ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഇവർക്ക് വേണ്ടിയെന്ന് കർത്താവിന് മുമ്പിൽ വാഗ്ദാനം ചെയ്തു. ദൈവം ഇവർക്ക് നൽകിയ 3 മക്കളെ പോലും മാറ്റി നിർത്താതെ ആശ്രമത്തിലെ മക്കളുടെ കൂടെ എല്ലാവർക്കും തുല്യ സ്നേഹം നൽകി ഒരു കുടുംബമായി ജീവിക്കുന്ന ആ വലിയ ബോധ്യത്തിനു മുൻപിൽ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പാം.